Hello everyone, welcome back to the class of BNS. ഈ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നത് പോലെ നമ്മൾ എസ്ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്രത്യേകം ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ പുതിയ ക്രിമിനൽ ലോസ്, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയമം, ഇതാണ് പ്രധാനപ്പെട്ട 3 ക്രിമിനൽ ലോസ് മാറിയിട്ടുള്ളത്. 2024 അത് പ്രാബല്യത്തിൽ വരികയും 2023 അത് ഇനാക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് ഓറിയൻറ്റഡായിട്ട് നമ്മൾ എടുത്തു കൊടുക്കാമെന്ന് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ചാനലിൻ്റെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ സിലബസ് BNS സിലബസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നുള്ളതൊരു നട്ഷൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിനകത്ത് നമ്മൾ സിലബസ് കാര്യങ്ങൾ കവർ ചെയ്തു. അതിനുശേഷം അതിനകത്തൊരു MCQ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ MCQs ആണ് ഫോളോ ചെയ്യാൻ നോക്കുന്നത്. ബിക്കോസ് നമ്മൾ ഈ BNS എന്ന് പറയുന്നത് ഒരു ലെക്ചർ നോട്ട്സിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അല്പം ബോറിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് ഈ എക്സാം എഴുതുന്നവരെല്ലാവരും തന്നെ ഒരു ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണമെന്നില്ല. ലോയിൽ മാത്രമാണ് നമ്മൾ ഇതൊക്കെ കൂടുതലും പഠിക്കുന്നത്. ക്രിമിനൽ ലോസ് ഒരു ലോ ഗ്രാജുവേറ്റിന് മാത്രം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് പിന്നീട് ഇതുപോലുള്ള എക്സാംസ് വരുമ്പോഴത്തേക്കാണ്, പോലീസ് സേനയിലേക്കുള്ള എക്സാംസും മറ്റും വരുമ്പോൾ മാത്രമാണ് ക്രിമിനൽ ലോസ് മറ്റുള്ളവർക്ക് പഠിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BNS എന്ന് പറഞ്ഞൊരു വലിയ ബെയർ ആക്റ്റാണ്. 358 സെക്ഷൻസ് ഉള്ള ഒരു ബെയർ ആക്റ്റാണ്. ഈ എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അപ്പോൾ സിംപ്ലി കുറച്ച് ഒരു ലെക്ചർ നോട്ട്സ്, നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കുറേ ലെക്ചേഴ്സ് നമ്മൾ തരുന്നതുകൊണ്ട് കാര്യമില്ല. അതിന് പകരം നമ്മൾ കുറച്ച് MCQs വരുന്ന ഏരിയ, ഏതൊക്കെ ഏരിയ ആണോ നമുക്ക് കവർ ചെയ്യേണ്ടത്, അവിടെ നിന്നൊരു MCQ മോഡലിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാനും കൂടുതലും പഠിക്കാനും എളുപ്പമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ ഈ MCQs ഫോളോ ചെയ്യുമ്പോൾ എല്ലാവരും, കാരണം നമ്മൾ ആൻസർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പല ക്ലാസ്സുകൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു അറ്റംപ്റ്റ് നടത്തണം ആൻസർ ചെയ്യാനായിട്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ MCQs കൊടുത്തിട്ടുള്ളത്. പിന്നെ കഴിവതും എല്ലാവരും ഒരു ഹാൻഡ് ബുക്ക്, ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ഈ MCQസിൽ നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ഇൻഫോർമേഷൻസും പാസ് ഓൺ ചെയ്യുന്നതായിട്ട് ഉണ്ട്. കാരണം അതിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഒരു ഇൻട്രോ പോലെ പറയുന്നതിൻ്റെ കാര്യം, ഈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ MCQ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മാർക്സാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് വരുന്നത്. GK ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 40+ മാർക്സ് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കൂടുതൽ സിലബസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് MCQs ചെയ്ത് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. സോ ബൈ പ്രാക്ടീസ് നമുക്ക് ഈ എക്സാം നല്ല മാർക്കോട് തന്നെ നമുക്ക് പാസ്സാകാൻ ശ്രമിക്കാം. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വി വിൽ മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചൈൽഡ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 ക്ലോസ് 3, സെക്ഷൻ 2 ക്ലോസ് 7, സെക്ഷൻ 2 ക്ലോസ് 5, സെക്ഷൻ 2 ക്ലോസ് 4. സിലബസ് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിൽ 2 സെക്ഷൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കുക പോലും വേണ്ടാത്തതാണ്. സോ answer is section 2 clause 3. So the next question is, who is a child as per section 2 clause 3 of BNS? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാവുന്നൊരു കാര്യമാണ്. സോ ഇത് സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ നോക്കുക. സോ കാരണം പല ബെയർ ആക്റ്റുകളിലും കുട്ടികൾക്ക് പല പ്രായത്തിലായിരിക്കും നിർവചനം കൊടുത്തിട്ടുള്ളത്. ബെയർ ആക്ട് BNS അനുസരിച്ച് ഏതാണ് കുട്ടികളുടെ പ്രായം ആയിട്ട് കണക്കാക്കുന്നത്, അതാണ് ചോദ്യം. സോ ദ ആൻസർ ഈസ് പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. BNS പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ആ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബെയർ ആക്ട് BNSൽ ഡെഫിനിഷൻ ക്ലോസ് കൊടുത്തിരിക്കുന്നതിൽ 39 സബ് ക്ലോസസ് ഉണ്ട്. അതായത് 39 ഡെഫിനിഷൻസ് അവിടെ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ്ട് 5 എണ്ണം മാത്രമാണ് പഠിക്കാനുള്ളത്. അത് തന്നെ ആ ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ സെക്ഷൻ മറന്നു പോവുകയാണെങ്കിൽ ഈ ആൽഫബറ്റിക് ഓർഡറും കൂടെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ
ആദ്യത്തേത് നമ്മളെങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ നേരത്തെ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയും ആൻസർ വരുന്നത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ചൈൽഡ് 2+3 പറയുന്നത്. ഡോക്യുമെൻ്റ് പറയുന്നത് 2+4 ഡോക്യുമെൻ്റ് പറയുന്നത് 2+8 കൗണ്ടർ ഫീറ്റ് പറയുന്നത് 2+4 ഹാർബർ പറയുന്നത് 2+13 ഇഞ്ചുറി പറയുന്നത് 2+14 സോ ഇതെല്ലാം കൂടെ മാച്ച് ചെയ്ത് വരുന്ന സെക്ഷൻ നോക്കുക. ഡോക്യുമെൻ്റ് വരുന്നത് 2+A, ദാറ്റ് ഈസ് 1A. കൗണ്ടർ ഫീറ്റ് 2 വരുന്നത് 2+4 സോ 2C. 3 ഹാർബർ 2+13 ദാറ്റ് ഈസ് D. ആൻഡ് ഇഞ്ചുറി വരുന്നത് 2+14 B സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഡോക്യുമെൻ്റ്. ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖയാണ്, എല്ലാവർക്കും അറിയാം. ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, മാർക്സിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. പുതിയ നിയമം വന്നതോടുകൂടി ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡ്സ് എല്ലാം ഡോക്യുമെൻ്റ് എന്നുള്ള പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. മാപ്പ്, പവർ ഓഫ് അറ്റോർണി ഇതെല്ലാം ഡോക്യുമെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. എ മാപ്പ് ഈസ് എ ഡോക്യുമെൻ്റ്. ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി ഇതൊക്കെ ഡോക്യുമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ആക്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കൗണ്ടർ ഫീറ്റ്. കൗണ്ടർ ഫീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2+4 കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള പദം വ്യാജൻ എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിന് സാദൃശ്യം വരുന്നത് പോലെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡിസപ്ഷൻ, മറ്റൊരാളെ ചതിക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഇനിയും അതിനൊരു ഇത് BNSൽ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ഫീറ്റ് കോയിൻ നമുക്കറിയാം. കള്ളനാണയമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ BNSൻ്റെ പല സെക്ഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ഫീറ്റ് കോയിനൊക്കെ വരുന്ന സെക്ഷനിൽ ഈ കൗണ്ടർ ഫീറ്റിനെ ഈ 2+4 പറയുന്ന അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഹാർബർ. ഹാർബർ എന്ന് പറയുമ്പോൾ എല്ലാവരും തുറമുഖം എന്നുള്ള അർത്ഥത്തിലേക്ക് പോകരുത്. ഇവിടെ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അഭയം നൽകുന്നതിനെയാണ് ഹാർബർ എന്ന് പറയുന്നത്. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവർ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ ആയിട്ട് നമ്മൾ സഹായിക്കുകയൊക്കെ ചെയ്യത്തില്ലേ. അതായത് ഷെൽട്ടർ കൊടുക്കുക, പണം കൊടുത്ത് സഹായിക്കുക, ഫുഡ് കൊടുത്ത് സഹായിക്കുക, ആംസ് അതായത് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുക, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിച്ച് അവരെ ഇങ്ങനെ അപ്രിഹെൻഷനിൽ നിന്നും രക്ഷിച്ച് നിർത്തുന്നതിനെയാണ്, അപ്രിഹെൻഷൻ മീൻസ് അറസ്റ്റിൽ നിന്നൊക്കെ രക്ഷിച്ച് നിർത്തുന്നതിനെയാണ് ഹാർബർ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഭയം നൽകുന്നതിനെയാണ് ഹാർബർ എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 2+13 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇഞ്ചുറി. സെക്ഷൻ 2+14 ഇഞ്ചുറി പറയുന്നത്. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള പദം പരിക്ക്. അതായത് പരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കൂടുതൽ ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവ് മാത്രമല്ല ഇഞ്ചുറി എന്നുള്ള പരിധിയിൽ വരുന്നത്. സെക്ഷൻ 2+14 അനുസരിച്ച് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ, പ്രോപ്പർട്ടി, അങ്ങനെ 4 കാര്യങ്ങൾ. നമ്മുടെ റെപ്യൂട്ടേഷൻ, ഈവൻ ഇതൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ, പ്രോപ്പർട്ടി, ഈവൻ പ്രോപ്പർട്ടിക്ക് പോലും എന്തെങ്കിലും ഒരു നാശമോശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇഞ്ചുറി എന്നുള്ള അർത്ഥത്തിൽ വരുമെന്നാണ് BNS സെക്ഷൻ 2+14 പറയുന്നത്. സോ ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 2+3 ചൈൽഡ്, 2+4 കൗണ്ടർ ഫീറ്റ്, 2+8 ഡോക്യുമെൻറ്റ്, 2+13 ഹാർബർ, 2+14 ഇഞ്ചുറി. Now moving on to the next question. Who is a public servant as per BNS? BNS അനുസരിച്ച് പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സോ ഇതൊരു വലിയ ഓപ്ഷനാണ്. മാത്രമല്ല ഇതിനകത്ത് തന്നെ നമ്മൾ മുഴുവൻ ഉത്തരം ഉൾക്കൊള്ളിച്ചിട്ടില്ല. 2+28 പബ്ലിക് സെർവൻറ്റ്. അതൊന്ന് നോട്ട് ചെയ്യുക. ഏത് സെക്ഷനിലാണ് പബ്ലിക് സെർവൻറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ 2+28 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് പബ്ലിക് സെർവൻറ്റ്. നിങ്ങൾ ഓപ്ഷൻസ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ വായിക്കുക. കാരണം സെക്ഷൻ 2+28 പബ്ലിക് സെർവൻറ്റിൽ ABC ഇട്ട് അതിനകത്ത് ഓരോരുത്തരും എങ്ങനെയുള്ളവരാണ് പബ്ലിക് സെർവൻറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സബ് ക്ലോസ് K
കെ, അതായത് ABCD പോയി കെ വരെ അതിനകത്ത് സബ് ക്ലോസസ് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് സർവൻസ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ പറയുന്ന എവറി ഓഫീസർ ഓഫ് ദ ഗവൺമെൻറ് ഹൂസ് ഡ്യൂട്ടി ഇറ്റ് ഈസ് ആസ് സച്ച് ഓഫീസർ ടു പ്രിവെൻറ്റ് ഒഫൻസസ്, ടു ഗീവ് ഇൻഫർമേഷൻ ഓഫ് ഒഫൻസസ്, ടു ബ്രിങ് ഒഫൻഡേഴ്സ് ടു ജസ്റ്റിസ് or to protect the public health, safety or convenience. Every person who hold any office by virtue of which he is empowered to place or keep any person in confinement. A municipal commissioner is a public servant. Every judge, including any person empowered by law to discharge, whether by himself or as a member of any body of person, any adjudicatory functions, ഇതെല്ലാം പബ്ലിക്, ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പബ്ലിക് സെർവൻ്റ് എന്നുള്ള പരിധിയിൽ വരുന്നവരാണ്. ഇവരെ കൂടാതെ ആർമി, നേവി, എയർഫോഴ്സിലുള്ള ഒരു കമ്മീഷൻഡ് ഓഫീസർ, അതാണ് ആദ്യത്തെ സബ് ക്ലോസ് എയ്ക്കകത്ത് പറയുന്ന സെക്ഷൻ 2 ക്ലോസ് 28 സബ് ക്ലോസ് എയിൽ ആർമി, നേവി, എയർഫോഴ്സിലുള്ള ഓഫീസർമാരെല്ലാം പബ്ലിക് സെർവൻറ്റിൻ്റെ പരിധിക്ക് ഉള്ളിൽ വരുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ഒരു സാലറി വാങ്ങുന്നവരെ നമ്മൾ പബ്ലിക് സെർവൻ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയും എന്നാണ് സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്നത്. അതായത് ഒരു താൽക്കാലിക ജീവനക്കാരൻ, അതായത് ഒരു കോൺട്രാക്ട് ബേസിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ പോലും പബ്ലിക് സെർവൻ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുമെന്നാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇവരെല്ലാവരും പബ്ലിക് സെർവൻ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കണം. അടുത്തതായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇനി സെക്ഷൻ 3 ക്ലോസ് 5 പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്ഷൻ 3 ക്ലോസ് 5. അപ്പം സെക്ഷൻ 3 ക്ലോസ് 5 എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ സെക്ഷൻ 3 ക്ലോസ് 5 എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനത് വായിക്കാം. സെക്ഷൻ 3 ക്ലോസ് 5. When a criminal act is done by several persons in furtherance of the common intention of all, each of such person is liable for that act in the same manner as if it were done by him alone. അതായത് ഇതിനകത്ത് ഒന്നിൽ അധികം ആൾക്കാർ വേണമെന്നുള്ളത് നിർബന്ധമായ ഒരു പോയിൻ്റാണ്. കുറേയേറെ പേര് ചേർന്ന് ഒരു ക്രൈം ചെയ്യുന്നു. അത് അവർക്കൊരു കോമൺ ആയിട്ടൊരു ഉദ്ദേശമുണ്ടായിരുന്നു ഈ ആക്ട് ചെയ്യാനായിട്ട്. ആ ഉദ്ദേശത്തിന്, അതായത് ആ കോമൺ ഇൻറ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നത്, ആ കോമൺ ഇൻറ്റൻഷൻ്റെ പാത്രമായിട്ടല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ ക്രിമിനൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോരുത്തരും, ആ ക്രിമിനൽ ആക്ട് ചെയ്ത ഓരോരുത്തരും അതിനകത്ത് ലയബിളാകും. ജോയിൻ്റ് ലയബിലിറ്റി എന്നുള്ള വാക്കൊക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് ജോയിൻ്റ്ലി ലയബിളാകും. ഈവൻ ഇപ്പം എല്ലാവരോടും ആലോചിച്ച് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷേ 2 പേര് മാത്രമേ ആ പ്ലേസിൽ, അതായത് കൊലപാതകം നടത്തുന്ന സമയത്ത് അവിടെ ഉള്ളെങ്കിൽ പോലും അതിൽ ആരൊക്കെ ടേക്ക് പാർട്ട് ചെയ്തു, ആരൊക്കെയാണ് അങ്ങനെ കൊല്ലാൻ ഉദ്ദേശം, ആരൊക്കെ കൂടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, അവരെല്ലാവരും മറ്റുള്ളവർ കൊലപാതകം ചെയ്തവരെ പോലെ തന്നെ കുറ്റക്കാരാകും എന്നുള്ള രീതിയിലാണ് സെക്ഷൻ 3 ക്ലോസ് 5 പറയുന്നത്. സോ കോമൺ ഇൻറ്റൻഷൻ ഒരു പ്രധാനപ്പെട്ട കീവേഡാണ് സെക്ഷൻ 3 ക്ലോസ് 5. സെവറൽ പേഴ്സൺസ് എന്നുള്ളത് മറ്റൊരു കീവേഡ്. അതായത് ഒരാൾ തന്നെയല്ല, നമ്മൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ സാധാരണ സെക്ഷൻ 3 ക്ലോസ് 5 നമ്മൾ FIR ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് ഇടാറുണ്ട്. പഴയ IPC അനുസരിച്ച് സെക്ഷൻ 34 ആയിരുന്നു. അതാണിപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 5 ആയിട്ട് മാറിയത്. അതും വേണമെങ്കിൽ നിങ്ങളൊരു പോയിൻ്റായിട്ട് ശ്രദ്ധിച്ചോളൂ. കാരണം സെക്ഷൻ 34 ആണ് ഈ IPCയുടെ ഇപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 5 ആയിട്ട് വന്നത്. അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്നൊരു കുറ്റകൃത്യം ചെയ്യുവാണെങ്കിൽ അവിടെ സെക്ഷൻ 34 ഒരു മാൻഡേറ്റ് ആയിട്ടൊരു സെക്ഷനായിട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിമിനൽ ആക്ട് ഉണ്ട്. ഈ കോമൺ ഇൻറ്റൻഷൻ ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഇൻറ്റൻഷൻ, ആ കോമൺ ഇൻറ്റൻഷൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ ഒരു ക്രിമിനൽ ആക്ട് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ജോയിൻ്റ്ലി ലയബിളാകും. അപ്പം ഈ 4 കാര്യങ്ങളും കൂടെ ചേർന്ന് വരുന്ന 1, 2, 3, 4 ഇത് 4 ഈ സെക്ഷൻ 3 ക്ലോസ് 5ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മൾ വേറെ വീഡിയോസായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം ഇതൊക്കെ കൺസെപ്റ്റാണ്. ഇതൊക്കെ വളരെയധികം ഡെപ്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മാത്രം പറയുന്നത്. ഡീറ്റെയിൽഡായിട്ട് വേണ്ടവർക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. So moving on to the next question. So
സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെൻറ്റ്സിനെ കുറിച്ച്. പണിഷ്മെൻറ്റ്സ് ടു വിച്ച് ഒഫൻഡേഴ്സ് ആർ ലയബിൾ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി സംഹിത ആർ. സോ നമ്മുടെ BNS അനുസരിച്ച് എത്ര പണിഷ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അതായത് 6 പണിഷ്മെൻറ്റ്സ് നമ്മുടെ BNS അവാർഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പുതിയ ഒരെണ്ണം BNSൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. IPCയിൽ ഇല്ലായിരുന്നു. പുതിയത് ആഡ് ചെയ്തത് ഏതാണെന്നൊരു ചോദ്യം ചോദിക്കാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാനത് ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കതൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നിങ്ങളത് എഴുതിക്കോണം. അതായത് ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഫൈന്, കമ്മ്യൂണിറ്റി സർവീസ്. ഇതിൽ ആദ്യത്തെ 5 എണ്ണം ആദ്യത്തെ IPCയിൽ തന്നെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി സർവീസാണ് പുതിയതായിട്ട് ആഡ് ചെയ്തത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 11 ഓഫ് BNS ഡീൽസ് വിത്ത്. എന്താണ് സെക്ഷൻ 11 ഓഫ് BNS പറയുന്നത്? ഡെത്ത് പെനാലിറ്റി, സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഫൈൻ, ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. സോ സെക്ഷൻ 11 ഓഫ് BNS പറയുന്നത് സോളിറ്ററി കൺഫൈൻമെൻറ്റിനെ കുറിച്ചാണ്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഏകാന്ത തടവെന്നാണ് അർത്ഥം. നമ്മുടെ BNS ഇപ്പോഴും ഏകാന്ത തടവ് കൊടുക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം 3 months വരെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സോളിറ്ററി കൺഫൈൻമെൻറ്റ് സെക്ഷൻ 11 ഓഫ് ദ BNS എന്താണെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ അതും കൂടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സെക്ഷൻ 11 സോളിറ്ററി കൺഫൈൻമെൻറ്റ് 3 മാസത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതിൽ മറ്റൊരു കാര്യം കൂടെ അതിനകത്ത് പറയാനുള്ളത് 6 മാസത്തിൽ കൂടാതെയുള്ള ഒരു ഇംപ്രിസൺമെൻ്റ് ആണെങ്കിൽ 1 മാസത്തിൽ കൂടാതെ വേണം സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാൻ. അതുപോലെ 1 ഇയറിൽ കൂടാത്ത ഇംപ്രിസൺമെൻ്റ് ആണെങ്കിൽ 2 മാസത്തിൽ കൂടാതെ വേണം സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാൻ. അതുപോലെ തന്നെ 1 ഇയർ എക്സീഡായിട്ടുള്ള ഏതൊരു ഇംപ്രിസൺമെൻ്റ് ആണ് കുറ്റകൃത്യത്തിന് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 months നോട്ട് എക്സീഡ്. കാരണം എന്തായാലും 3 months എക്സീഡ് ചെയ്ത് ഒരിക്കലും സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഞാൻ ആ സിലബസ് ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ഈ സിലബസിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. കമ്മിങ് വീഡിയോസിൽ നമ്മൾ ബാക്കി സെക്ഷൻസ് കൂടെ കവർ ചെയ്യുന്നതാണ്. വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതൊരു ലെക്ചറായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആകും എന്നുള്ളത് കൊണ്ടാണ് ഒരു MCQ മോഡലിൽ തന്നിരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറയാവുന്നതാണ്. ഇൻ ബിറ്റ്വീൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു അറ്റംപ്റ്റാണ്. സോ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ